ഇനി പാർട്ടിയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുമോ? അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കാരണം എന്നെ പുറത്താക്കിയത് അവരാണ്. ഞാൻ പാർട്ടിയിൽ നിന്ന് വിട്ടുവന്നതല്ല, എന്നെ പാർട്ടി പുറത്താക്കിയതാണ്. അവരാണ് നിലപാടെടുക്കേണ്ടത്. വിനോദ് മാഷ് പറയുന്നത് താങ്കൾ UDF-നൊപ്പം ചേർന്നാണ് മത്സരിച്ചത്, അതാണ് ഒരു വലിയ തെറ്റ് എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. അന്ന് തന്നെ ഞാൻ അതിന് വിശദീകരണം നൽകിയതാണ്. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു. പിന്നീട് വേറെ വൈകിയാണ് UDF എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി തയ്യാറായത്. UDF പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ആ പിന്തുണ സ്വീകരിക്കുമെന്ന് ഞാൻ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞതാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ എന്നെ പിന്തുണക്കാൻ തയ്യാറാകുന്ന ആളുകളുടെ പിന്തുണ സ്വീകരിക്കാൻ സാധിക്കുമോ എന്നത് ഞാൻ പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പരിശോധിച്ചിട്ടാണ് UDF-ൻ്റെ പിന്തുണ സ്വീകരിക്കും എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടില്ല. അതൊരു പുതിയ കാര്യമല്ല. ഇനി പാർട്ടിയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുമോ? അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കാരണം എന്നെ പുറത്താക്കിയത് അവരാണ്. ഞാൻ പാർട്ടിയിൽ നിന്ന് വിട്ടുവന്നതല്ല, എന്നെ പാർട്ടി പുറത്താക്കിയതാണ്. അവരാണ് നിലപാടെടുക്കേണ്ടത്. ഇവരെ ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയ വിഷയം UDF-ന്റെ ചില നയ സമീപനങ്ങൾ, ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന വിഴിഞ്ഞം പോലുള്ള പദ്ധതികളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിലൊക്കെയുള്ള സമീപനത്തിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നു, അതും ഒരു വഞ്ചനയാണെന്നുള്ളതാണ് പറയുന്നത്. അല്ല, അതിലൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ചർച്ച ചെയ്യാം. ഞാൻ UDF-ന്റെ പിന്തുണ കൂടി ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂരിലും ജയിച്ചു വന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു നിലപാട് എനിക്ക് സ്വീകരിക്കാൻ സാധിക്കും. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പുതിയ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ LDF-നെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിലുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ടതാരാ? UDF അല്ലല്ലോ, LDF ആണല്ലോ PM ശ്രീ ഒപ്പിട്ടത്. അപ്പോൾ അതിൻ്റെ രേഖകൾ സഹിതം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിനൊരു മറുപടിയും പറയാൻ നിയമസഭയിൽ LDF-നോ അതുപോലെ തന്നെ CPM നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾക്കാണ് LDF മറുപടി പറയുന്നത്. സ്വാഭാവികമായും ചർച്ച ചെയ്യുന്നത് PM ശ്രീ ഒപ്പിട്ടത് മുതലാണ്. ആ ഒപ്പിടാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച്, അതിൻ്റെ കാരണങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കണ്ടേ, ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? അപ്പോൾ അത് വിശദീകരിക്കാൻ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. അത് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് UDF-ൻ്റെ നിലപാടിനെ കുറിച്ച് പറയാം. ഇപ്പോൾ UDF ഇന്നേ വരെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല, എന്തെങ്കിലും ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് അവിടെ നിൽക്കുകയാണ്. LDF എവിടെയാണോ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർത്തിയത് അവിടെ നിൽക്കുകയാണ്. പുതിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഭരണത്തിൽ വരുന്ന സമയത്ത് പിൻവലിക്കുമെന്നുള്ളത് കാര്യങ്ങൾ UDF നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നല്ലോ. അത് അല്ല, ഞാൻ പറഞ്ഞത് LDF എവിടെയാണോ നിർത്തിയത് അവിടെ നിൽക്കുകയാണിപ്പോൾ. പിൻവലിക്കുന്നത് സംബന്ധിച്ച് UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ്. അതിന് ചിലപ്പോൾ സാവകാശം വേണ്ടി വരുമായിരിക്കും. അത് വരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. താങ്കളെപ്പോഴും പറയുന്നത് പാർട്ടിയിലേക്ക് തിരികെ വരാൻ താങ്കളെ പുറത്താക്കിയതാണ് എന്നുള്ളത്. അതായത് തെറ്റ് തിരുത്തി, എന്താണ് തെറ്റ് എന്നുള്ളത് വ്യക്തമാക്കണമെന്നുള്ളത് തന്നെയാണ് താങ്കളുടെ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതെ, തെറ്റ് തിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നാണല്ലോ ഇപ്പോൾ ഇവർ പറഞ്ഞത്. അപ്പോൾ തെറ്റ് തിരുത്തി വരണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയണ്ടേ? എങ്കിൽ മാത്രമല്ലേ തിരുത്താൻ പിന്നെ കഴിയൂ. അപ്പോൾ അതുണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പരോക്ഷമായി CPM നേതൃത്വം അംഗീകരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തെറ്റായിപ്പോയി എന്ന് CPM നേതൃത്വം പറയുകയാണ്. അത് ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. അപ്പം ഞാൻ ഉന്നയിച്ച ആ വിഷയം ശരിയാണ് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന നിലയിലേക്ക് CPM സംസ്ഥാന നേതൃത്വം മാറുമ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ചെയ്തതാണോ CPM നേതൃത്വം സ്ഥാനാർത്ഥിത്വത്തിൽ സ്വീകരിച്ച നിലപാടാണോ തെറ്റ് എന്നതല്ലേ പരിശോധിക്കേണ്ടത്? അപ്പോൾ ആ നിലയിൽ അവർ വ്യക്തമാക്കട്ടെ. നമുക്ക് അതേ തുടർന്ന് നമ്മുടെ നിലപാട് പറയാം.